കുത്തി തറയിലിരിക്കുകയായിരുന്നു. തറയിലിരിക്കുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ കമ്പി വേലിയും കൂടി ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഫുഡ് മേടിച്ച് ഇപ്പോൾ ബോർഡിങ് തുടങ്ങുമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ അവരോട് ഇന്ന് ചോദിച്ചു എപ്പോഴാണ് ബോർഡിങ് തുടങ്ങുക. അപ്പോൾ പറഞ്ഞു ഒരു 10-15 മിനിറ്റ് കൂടി കഴിയുമെന്ന്. അതായത് ഫ്ലൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞ സമയം 9:30 ഇപ്പം സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബോർഡിങ് അവർ പറഞ്ഞു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും 9:20 ഒരു 9:20 ആകുമ്പോൾ ബോർഡിങ് തുടങ്ങിയാൽ ഭാഗ്യം. അങ്ങനെ വരുമ്പോൾ ഫ്ലൈറ്റ് എടുക്കാനും ലേറ്റാവും. സോ അടുത്ത ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഡൽഹിക്ക് 1.5 മണിക്കൂർ താമസമുള്ളൂ ഇവിടുന്ന് എന്നാണ് എന്നോട് പറഞ്ഞത്. ഡൽഹിക്ക് എന്ന ശേഷം നമ്മുടെ ഫ്ലൈറ്റ്, നമ്മുടെ വലിയ യാത്രയുള്ള ആ ഫ്ലൈറ്റ് കിട്ടുന്നവരെ ടെൻഷനായിരിക്കും. എനിവേ എന്തായാലും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു യാത്രയായിരുന്നു ഈ തവണ ഞാൻ കേരളത്തിലേക്ക് വന്നപ്പോൾ. അത് ഇങ്ങോട്ട് വന്നപ്പോഴും ഇപ്പം അങ്ങോട്ട് പോയപ്പോഴും. എന്നാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. എന്നാലും കുത്തിയിരുന്ന് കുണ്ടിക്ക് വേദനയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുണ്ടി എന്നുള്ളത് അൺപാർലമെൻ്ററി വേർഡൊന്നും അല്ലല്ലോ അല്ലേ. എനിവേ സത്യം പറയാമല്ലോ, നമുക്ക് ഇത്ര സമയമൊന്നും ഇരിക്കാൻ പറ്റില്ല ഇവിടെ. ഞാനൊരു 5 മിനിറ്റ് ഇരുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ ഈ അടുത്ത കാലത്ത് കുറേ ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച പോലുള്ള ഒരു എന്താണ് പറയുക, ഇതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അല്ല. പക്ഷേ നമുക്ക് വേറെ മറ്റു മാർഗ്ഗങ്ങളില്ല, മടുത്തു. പക്ഷേ ഇനിയിപ്പോൾ ഇരിക്കുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ അൺപാർലമെൻ്ററി വേർഡല്ലാത്ത കൊണ്ട് വേദന എടുക്കുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്ന ബ്രെഡ് പക്കോട ഞാനിപ്പോൾ കഴിച്ചു തീർക്കണം. കാരണം ഇഷ്ടം പോലെ സമയമാണ്, ഇതുവരെയും ബോർഡിങ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ നമ്മൾ വെയിറ്റ് ചെയ്ത് ചുമ്മാ ഇരിക്കുന്നത്, ഇപ്പോൾ തന്നെ കഴിച്ചു തീർക്കാം. ഇത് കൊള്ളാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ മസാല ദോശയുടെ അകത്ത് വെക്കുന്ന ആ ഫില്ലിങ്ങും 2 ബ്രെഡിൻ്റെ അകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ നീണ്ട കാലത്തിന് ശേഷം ഏകദേശം 9:30 ആയിരുന്നു. അതായത് ഫ്ലൈറ്റ് പൊങ്ങേണ്ട സമയമായ 9:30 ആയപ്പോഴത്തേനും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് രണ്ടാമത്തെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ സംഭവം പോകാം. നമ്മൾ ഇവിടെ ടെർമിനൽ കാര്യങ്ങളൊക്കെ നല്ല വഴിയാണ്, സംഭവമൊക്കെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ടെർമിനലിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഫെസിലിറ്റി വളരെയധികം കുറവാണ്. നമ്മൾ ഒരു